കടൽ കാണാൻ എത്ര സുന്ദരമാണ്. അതിലേറെ സൗന്ദര്യമല്ലോ നമ്മുടെ ജീവിതത്തിന് അല്ലേ? നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ ഓരോ ദിവസത്തെ ജീവിതത്തെ ഒരു പ്രതിസന്ധിയുമില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളിൻ്റെ പേരെന്താണ്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് അല്ലേ? അതിൻ്റെ കുറേ വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഈ വിശ്വാസങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഈ കടലിൻ്റെ സൗന്ദര്യവും മനോഹാരിതയും കൈവരിക്കുന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഓരോ പ്രിസപ്പോസിഷൻസ് എന്നാണ് പറയും. ആ പ്രിസപ്പോസിഷൻസ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കേട്ടാൽ പോരാ, ഇത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ വിശ്വാസം നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആക്കാൻ കൂടി നിങ്ങൾ തയ്യാറാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഓക്കെ? ഓരോ മനുഷ്യനും തൻ്റെ സാഹചര്യങ്ങളെ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു കണ്ണാടിയുണ്ട്. ഈ കണ്ണാടി ഇപ്പോൾ ഇതൊരു കൂളിംഗ് ഗ്ലാസും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂളിങ്ങോട് കൂടി കാണും, ഇതില്ലെങ്കിൽ എങ്ങനെയും കാണും. ഓക്കെ? ഇതുപോലെ അതിനെ പാരഡൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസത്തിൻ്റെയും അവർ ജീവിച്ച സാഹചര്യത്തിൻ്റെയും മനോഭാവത്തിൻ്റെയും ഒക്കെ രൂപപ്പെടുത്തുന്നതായിരിക്കും. ഈ കാഴ്ച ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. ഓരോ മനുഷ്യനും അവനവൻ്റെ കണ്ണാടിയിലൂടെ കാണുന്ന കാഴ്ച അവനവൻ്റെ റിയാലിറ്റി ആയിരിക്കും. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഒരു വിശ്വാസമുള്ള ആളാണ്, മറ്റൊരാൾ മറ്റൊരു വിശ്വാസമുള്ള ആളാണ്, ഇവർ മറ്റൊരു പാർട്ടിയുടെ ആളാണ്, ഈ ഒരാൾ മറ്റൊരു പാർട്ടിയുടെ ആളാണ്. അവരൊക്കെ അവരുടെ ഒരാൾ ഒരു വിശ്വാസത്തിലും പാർട്ടിയിലും മുറുകെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ അതൊരു ദൃഢമായ വിശ്വാസമായതുകൊണ്ടാണ്. അപ്പോൾ അവർക്കത് സത്യം തന്നെയായിരിക്കും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും എതിർക്കുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും അവരുടെ ഈ പാരഡൈമിനനുസരിച്ച് മാതൃക അവർ ഉള്ളിൽ ലോകത്തെ നോക്കിക്കാണാൻ അവർ രൂപകൽപ്പന ചെയ്ത ആ മാതൃകക്കനുസരിച്ചാണ് കാണുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഗുണമായിരിക്കും കിട്ടുക അല്ലേ? ഒരു വിശ്വാസം എന്താണെന്നറിയോ? നമ്മൾ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുകയാണ്, ആ സംസാരിക്കുന്നതല്ല ആശയവിനിമയത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത്, മറിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർത്തരുന്ന വ്യക്തി അതെങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ്, അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രോതാവ് കേട്ടത് മറ്റൊരു രൂപത്തിലാണെങ്കിൽ അവരിൽ നിങ്ങൾ സന്തോഷം ഉദ്ദേശിച്ചാണ് ചെയ്ത് അവരിൽ വിഷമമാണ് ഉണ്ടാക്കിയെങ്കിൽ ആ വിഷമമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വട്ടം ചിന്തിക്കണം, നമ്മൾ കേൾക്കുന്ന ഈ വ്യക്തി അതെങ്ങനെയാണ് പെർസീവ് ചെയ്യാമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നല്ലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഭാര്യയുടെ അടുത്ത് പറയാം സന്തോഷത്തോടെ, നിങ്ങൾക്കതൊരു സന്തോഷമായിരിക്കും. നിങ്ങളുടെ ഭാര്യ അതെങ്ങനെയായിരിക്കും മനസ്സിലാക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനത്തെ പല ഘട്ടത്തിലും പല കാര്യങ്ങൾ നമ്മൾ ചിലരോട് പറയേണ്ടാത്തതുണ്ട്. നമുക്ക് സന്തോഷം നൽകി എല്ലാ കാര്യവും എല്ലാവരോടും പറയേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതാണ് NLPയുടെ രണ്ടാമത്തെ പ്രിസപ്പോസിഷൻ. നമ്മുടെ മൈൻഡും ബോഡിയും രണ്ടാണോ? അല്ല എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും, നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഒരാളൊരു ദേഷ്യം പിടിക്കുന്നൊരു ചിന്ത വന്നു, നമ്മളുടെ ദേഷ്യം എന്ന വികാരം വരുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ്. അതിനനുസരിച്ചുള്ള ഒരു ദേഷ്യം എന്ന വികാരം നമ്മളെ മൈൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് പല കാര്യങ്ങളോടും നമ്മുടെ സമീപനങ്ങൾ വ്യത്യസ്തമായിരിക്കും, നമ്മൾ ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ശരീരത്തിന് കോട്ടമുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു ദേഷ്യം ഉണ്ടാക്കിയ ചിന്തക്കോ അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥ ഉണ്ടാക്കിയ ചിന്തക്കോ നമ്മൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. അടുത്തൊരു വിശ്വാസം എന്താണെന്നറിയോ? ഒരിക്കലും മനുഷ്യൻ പ്രതികരിക്കുന്നത് കാര്യങ്ങളുടെ സത്യാവസ്ഥ നോക്കിയല്ല, മറിച്ച് അവർ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്, അത് അവരുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകളും സമീപനങ്ങൾക്കും അനുസരിച്ചാണ് മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഭൂപടമല്ല ഭൂപ്രദേശം എന്നുള്ളതാണ് അടുത്തൊരു പ്രിസപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ കടലിനെക്കുറിച്ച് ഞാൻ ചിത്രം വരയ്ക്കുന്നതും ഈ കടലും ഒന്നല്ല. ഇതുപോലെയാണ് നമ്മളുടെ കാഴ്ചപ്പാടുകൾക്കും മനോഭാവങ്ങൾക്കും അനുസരിച്ച് നമ്മൾ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു മെൻ്റൽ മാപ്പ് ഉണ്ടാക്കിയെടുക്കും. ആ മെൻ്റൽ മാപ്പ് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുണ്ടാക്കിയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാവും. ആ സ്വഭാവ ദൂഷ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരെക്കുറിച്ചൊരു മാപ്പ് രൂപപ്പെടുത്തും. എന്നിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുമ്പം ചിലപ്പോൾ ആ വ്യക്തിയെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മളൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചില ആൾക്കാർ അതുപോലെ തന്നെ മറ്റ് കണ്ടൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ തമാശ കുറവെന്ന് ചെയ്യുമ്പോൾ ഇത് നോക്കിയിട്ട് എന്നെ വിലയിരുത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്താക്കും,
നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, അതാണ് മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നമ്മൾ വിലയിരുത്തുമ്പം അതിൻ്റെ പിന്നിലെ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ചിലരുടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവർ നല്ല സുഖിപ്പിച്ച് വരുന്നത് ചിലപ്പോൾ നമ്മളുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കും. ആയിരിക്കില്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയായിരിക്കും. ഈ ഒരു ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങളോട് ചില സമയത്ത് നോ എന്ന് പറയാനും ചില സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, അതിനെ നമ്മൾ വ്യക്തിപരമായി എടുക്കാതിരിക്കാനും നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. പിന്നെ ഓരോ മനുഷ്യനും അവന് മുന്നിലുള്ള റിസോഴ്സുകൾക്കനുസരിച്ച് ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒരേ കാര്യത്തെക്കുറിച്ച് പലതും പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ വ്യക്തികൾക്ക് പ്രതികരിക്കുന്നതിലേക്കുള്ള റിസോഴ്സിനനുസരിച്ചാണ് അവരാ പ്രതികരിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ മനസ്സിലാക്കിയതിനനുസരിച്ചല്ല എന്നുള്ള പ്രത്യേകം ഓർക്കുക കേട്ടോ. ഒരു മനുഷ്യനെ ആസ് എ ഹോൾ എങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കുക. അവരുടെ പെരുമാറ്റത്തിൻ്റെ പേരിലോ അവർ നിലകൊള്ളുന്ന വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലാതെ അവരെങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ശരീരങ്ങൾ ഒരുപോലെയാണ്. നമ്മുടെ മസ്തിഷ്കം, നെർവസ് സിസ്റ്റം, ന്യൂറോൺസ്, നെഫ്രോൺസ് ഇതൊക്കെ ഒരുപോലെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുത്ത ചില സോഫ്റ്റ്വെയറുകൾക്കനുസരിച്ചുള്ള ചിന്തകളും ധാരണകളും മാത്രമാണ് നമ്മളെ വ്യത്യസ്ത ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ ആക്കി മാറ്റുന്നത്, അല്ലാതെ നമ്മുടെ ശരീരങ്ങളല്ല. ഈ ഒരു ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും പെരുമാറ്റങ്ങൾ അവരിൽ മോശമായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാധീനം ചെലുത്തുകയാണ് വേണ്ടത്. ഒരു വ്യക്തിക്ക് മാറാൻ വേണ്ട എല്ലാ റിസോഴ്സുകളും അവർക്കുള്ളിൽ തന്നെ ഉണ്ട്. അതിനെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് സ്വയം മാറാൻ വേണ്ടിയാണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്, അല്ലാതെ നമ്മൾ റിസോഴ്സ് കൊടുത്തുകൊണ്ട് അവർ മാറില്ല. എല്ലാ റിസോഴ്സും എല്ലാവരുടെ അടുത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ അസാധ്യമായിട്ടുള്ള ഒരു വ്യക്തിയും ഇല്ല എന്നുള്ളതാണ്. നിസ്സഹായതയോട് കൂടിയുള്ള ചില സ്റ്റേറ്റുകൾ, മാനസികാവസ്ഥകൾ മാത്രമാണ് ചിലരിലുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ചെയ്യുന്നത് എല്ലാവർക്കും പറ്റും, ആർക്കും വേണമെങ്കിൽ ചെയ്യാം, ഇല്ല കുഴപ്പമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാം. പക്ഷേ അത് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, പറ്റാത്ത എന്തുകൊണ്ടാണ്, അവർക്ക് കഴിയാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് അവർ വിചാരിക്കുക എനിക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവിടെ എന്ത് വിചാരിക്കും, എനിക്കത് പറ്റും, എന്തെങ്കിലും ഷോർട്ടേജ് വന്നു പോകുമോ എന്നൊക്കെ വിചാരിച്ചുള്ള ഒരു മാനസികാവസ്ഥ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് സാധ്യമാവാത്തത്, അല്ലാതെ അവർക്കത് കഴിയാഞ്ഞിട്ടല്ല. നമ്മളുടെ സാധ്യതകൾക്ക് മുമ്പിൽ ഏക മാർഗ്ഗതടസ്സം എന്താണ്? അത് നമുക്കുള്ളിലെ വിശ്വാസവും നമ്മൾ ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജീസുമാണ്. ആ വിശ്വാസത്തിലും നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന സ്ട്രാറ്റജീസിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സാധ്യതകൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരും. അതെപ്പോഴും നമുക്ക് വേണ്ടി പുറത്തെടുക്കാവുന്നതാണ്. ഒന്നേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണുള്ളതെങ്കിൽ എനിക്കതിന് പറ്റും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തുക, സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഷെഡ്യൂൾ ഉണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അത് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത്, ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞൊരു സംഭവമേ അല്ല, മറിച്ച് നമുക്ക് സഹായകരമല്ലാത്ത ചില ഫീഡ്ബാക്കുകൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത്. ഈ ഫീഡ്ബാക്കുകളിൽ നമ്മൾ പഠിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോഴേക്ക് നമ്മൾ ആഗ്രഹിച്ച വിജയം നമ്മളെ തേടിയെത്തിയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ വഴി ചെന്നെത്തുന്നത് ചിലപ്പോൾ നമുക്ക് അത് നേടിയെടുക്കുന്നൊരു പാതയിലല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിന്തുടരേണ്ട മറ്റൊരു ആൾട്ടർനേറ്റീവ് വഴി അവിടെ ഉണ്ടായിരിക്കും. അത് കണ്ടെത്തുക, എന്നിട്ട് അതിലൂടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിച്ച വിജയം നമ്മൾ നേടിയെടുത്തിരിക്കും. അടുത്തൊരു NLP പ്രിസപ്പോസിഷൻ എന്താണെന്നറിയോ? നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, എന്തൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ അവബോധത്തെ ഉയർത്തുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിനും ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. അത് എന്താവും? പേഴ്സണൽ എംപവർമെൻറ്റിലേക്ക് നയിക്കുകയും നമ്മളെന്താക്കും, നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി, മൂല്യം മനസ്സിലാക്കി ജീവിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കി തരികയും.